എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും 14:21 യോഹന്നാന്റെ സുവിശേഷം എന്ന് പറഞ്ഞ എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും. അച്ഛൻ പറഞ്ഞത് ടച്ച് ഓഫ് ദി ഫാദർ. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കും. യേശുവിനെയാണ് നമ്മൾ ആദ്യം കയ്യിലെടുക്കേണ്ടത്. അപ്പം പിതാവ് നമ്മളെ കയ്യിലെടുക്കും. ഇത് വെരി സിമ്പിൾ. അതാണ് ഈ 14:21 ഉള്ളവരോ, ഞാനും അവരെ സ്നേഹിക്കുകയും എന്നെ തന്നെ അവരെ വെളിപ്പെടുത്തുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. അപ്പോഴേ ഇത് ഒരു വിശ്വാസത്തിൻ്റെ വളർച്ചയിൽ 2 കാര്യങ്ങൾ കണ്ടു. ഒന്ന് ടൈം കണ്ടൻറ്റ്, രണ്ടാമത്തത് ടച്ച് ഓഫ് ദി ഫാദർ. ഈ 2 കാര്യങ്ങൾ. ഈ 2 കാര്യങ്ങളാകുമ്പോൾ ദൈവം ഒരു ഓൺലൈൻ ആയിപ്പോവും നമ്മുടെ. അങ്ങനെയാണ് ഇവിടെ ആൾക്കാർ. ഓൺലൈൻ എന്ന് പറഞ്ഞാൽ നീ നടക്കേണ്ട വഴി നീ നടക്കേണ്ട വഴി. അങ്ങനെ നമ്മുടെ സങ്കീർത്തനത്തിൽ അങ്ങനെ ഒരു വാക്കുണ്ട്. സങ്കീർത്തനം 32:8 പറഞ്ഞോളൂ. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. 2 സംഭവം ഇതാണ്. അപ്പം ഇത് വെരി സിമ്പിൾ അല്ലേ? അതായത് ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് യാതൊരു ഐഡിയയും ഇല്ലെന്ന് വിചാരിച്ചോ. ഇപ്പോൾ ഈ ചേച്ചിയുടെ കാര്യം കണ്ടില്ലേ, അവർക്കൊരു ഐഡിയ ഇല്ല. എന്നുവെച്ചാൽ അവരുടെ സമയത്ത് അവരുടെ വീട് നിൽക്കുന്നത് CRZ പരിധിക്കകത്താണ് നിൽക്കുന്നത്. 7 പ്രാവശ്യം ഒരു പഞ്ചായത്തിൽ പോയി. ഇനി നടക്കാനവർക്ക് വഴിയില്ല, തീർന്നു. അപ്പോഴെന്താ പറയണത്? ഞാൻ നിന്നെ ഉപദേശിക്കാം. ഈ ബൈബിളിൻ്റെ ബൈബിൾ രസം പിടിച്ചു പോയാൽ പിന്നെ നമ്മൾ ജീവിതത്തിൽ ഇത് മാറ്റത്തില്ല. കാര്യം നമ്മുടെ ജീവിതം മുഴുവൻ ഇതിനകത്തുണ്ട്. നമ്മുടെ ജീവിതം എന്താണ് നമ്മുടെ പ്രശ്നം, അത് മുഴുവൻ ബൈബിൾ പറയും. മണിമണി പോലെ പറയും. ബൈബിളുമായിട്ട് കുറച്ച്, ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾ യേശുവായിട്ട് അടുത്ത്, അപ്പോൾ പിതാവ് നിങ്ങളോടടുത്ത് അങ്ങനെയൊക്കെ വരുമ്പോൾ എന്നാ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ രഹസ്യങ്ങളിലേക്ക് പോരും. ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ. ഇപ്പോൾ ഈ ചേച്ചി എന്ന് പറയുന്നത്, ചേച്ചി ഇവിടെ വന്നപ്പോൾ തന്നെ അവർ വിശ്വാസം പ്രഖ്യാപിച്ചു. അവരെന്താണ്, നടക്കാത്ത കാര്യം ആദ്യമേ കയറി ഉടമ്പടി വെച്ച്. എന്താണ്, മനുഷ്യനെ കൊണ്ട് നടക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് നിയമപരമായിട്ട്. അപ്പം ഇത് ആദ്യമേ വെച്ചു. ഇത് മനുഷ്യർ നടക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ദൈവം എങ്ങനെയാണ് നടന്നാൽ കൊള്ളാം, മാതാവേ നടത്തണേ. ഇങ്ങനെയൊക്കെ ചില പഴങ്കഞ്ഞി ക്രിസ്ത്യാനികളുണ്ട്. അവർ വന്നിവിടെ ചളുവാരി വർത്തമാനം പറഞ്ഞ് തന്നെ ഇത് കുളവാക്കിയെടുക്കും. അവിടെയാണ് പ്രശ്നം വരുന്നത്. അതായത് ചില ഇടിവെട്ട് വിശ്വാസക്കാരുണ്ട്. അവർ വന്നിട്ട് ഒറ്റ ഫ്ലാറ്റാണ് അവർ. അതായത് അവർ പറയും, അമ്മേ ഈ സംഭവം അമ്മയില്ലാതെ നടക്കത്തില്ല, ഞാൻ അമ്മയെ ആശ്രയിക്കുകയാണ്, എനിക്ക് വേറെ ഓപ്ഷനില്ല. അവർ ഉടമ്പടിയിൽ ആദ്യം വെക്കും, എനിക്ക് വഴി കിട്ടണം, എനിക്ക് വീട് കിട്ടണം, നമ്പറിട്ട് കിട്ടണമെന്ന്. അത് അവരുടെ പ്രയോറിറ്റിയിലാണ് അവർ രക്ഷപ്പെട്ടു പോയത്. അവർ ഫസ്റ്റ് പ്രിഫറൻസിൽ ഈ നിയമപരമായിട്ട് വിരുദ്ധമായൊരു കാര്യം, പക്ഷെ അവർക്ക് ജീവിക്കാൻ വേറെ മാർഗമില്ലാത്തതുകൊണ്ട് അവരാദ്യം വെച്ചു. അങ്ങനെ വെച്ചപ്പോൾ തന്നെ എന്താ സംഭവിച്ചത്? വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കുകയാണ് ആ വിഷയം. ചില ആൾക്കാരൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഭർത്താവിന് ക്യാൻസറാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇവിടെ ചീട്ട് മേടിക്കും. അപ്പോൾ ക്യാൻസർ ഉടനെ അച്ഛൻ കാണുമല്ല, അപ്പോൾ അതുകൊണ്ട് ചീട്ട് മേടിച്ചിട്ട് തള്ള വന്ന് പറയണത് എന്താണെന്നറിയാവോ? മകൾക്ക് കാനഡയിൽ പോകാൻ അവർക്ക് PR കിട്ടിയില്ലെന്നാണ്. അപ്പോൾ ഞാൻ ചോദിക്കും, അപ്പോൾ പിന്നെ രണ്ടാമത് പറയണത് അവർക്ക് വീട് ശരിയായിട്ടില്ല എന്നൊക്കെ പറയും. അപ്പോൾ ചീട്ട് മേടിച്ചിരിക്കണത് എന്താണ്? ഭർത്താവിന് ക്യാൻസർ. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. ഇതെല്ലാം കഴിയുമ്പോഴാണ് ഞാൻ അങ്ങോട്ട് ചോദിക്കും, ഈ നിൽക്കണതാണ് ചേച്ചിയുടെ ഹസ്ബൻഡ്? അതെ. ചേട്ടന് എന്താണ്? ചേട്ടൻ ക്യാൻസറാണ്. എന്നാൽ ചേട്ടൻ്റെ മരിപ്പ് വരെ അവരെടുത്ത് കുഴിയാഴ്ച കഴിഞ്ഞിട്ട് നിൽക്കണവരെ ആളെന്ന് അവർ മാനസികമായിട്ട് ആ വിഷയങ്ങളെല്ലാം ക്ലിയർ ചെയ്തിരിക്കുകയാണ്. ഇയാൾ മരിക്കും, അതിനുശേഷം പിന്നെയുള്ള ജീവിതത്തെക്കുറിച്ചാണ് അവർ. പക്ഷേ അച്ഛനെ കാണണമെന്നുണ്ടെങ്കിൽ ഇയാളെ കരുവാക്കാതെ കാണാൻ പറ്റത്തില്ല. ഇതോടുകൂടി ഈ ചേർത്തിയുടെ കാര്യത്തിലൊരു ഏറെക്കുറെ ഒരു തീരുമാനമാകും. എന്താണ്? ഇവർ ബാക്കിലേക്ക് പോകും. കാര്യം ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവായിട്ട് ബന്ധമില്ല. അതാണ് വിഷയം. എന്താ പ്രശ്നം വെച്ചാൽ ഇവർ ചെയ്യേണ്ടിയിരുന്നത്, ഈശോ പറയണത് ആദ്യം ദൈവത്തെ മഹത്വപ്പെടുത്തണം അല്ലേ? അപ്പോൾ ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ കൂടെ ചേർത്ത് നൽകുമെന്നല്ലേ? ഇപ്പം 33:6 ഭയങ്കരമായൊരു മദർ വേർഡാണത്. മദർ വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ പ്രസവിച്ച് കൊണ്ടേയിരിക്കും അല്ലേ?
ബൈബിളിൽ കുറേ തരം വാക്കുകളുണ്ട്. അല്ല, ഒന്നാണ് മദർ വേർഡ് എന്ന് പറയുന്നത്. മദർ വേർഡ് എന്ന് പറഞ്ഞൊരു വേർഡ് നമുക്കൊരു അനോയിൻറ്റിങ് ആയി പോയി കഴിഞ്ഞാൽ ഈ വേർഡിൽ നിന്ന് കുറേ വചനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാര്യം അതിങ്ങനെ വചനം പുതിയ പുതിയ കാഴ്ചപ്പാട് ഉൾക്കാഴ്ചകൾ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. മത്തായി 6:33 ആദ്യം ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ രാജ്യം, ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അതാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഒറ്റ വാക്ക് പറഞ്ഞത് എന്താണ്? ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴാണ് ബാക്കിയുള്ളത് ചേർത്ത് കിട്ടുന്നതെല്ലാം. അപ്പം ചേർത്ത് കിട്ടുന്ന കാര്യത്തിൻ്റെ അത് ദൈവമഹത്വം ഇല്ലെങ്കിൽ, ഇപ്പം നിങ്ങൾ എപ്പോഴും ഓർത്തേക്കണം, ഒരു കാര്യം ദൈവത്തിൻ്റെ മുമ്പിൽ പ്ലേസ് ചെയ്യുമ്പോൾ മഹത്വത്തിൻ്റെ കണ്ടൻറ് ഉണ്ടാകുന്ന ഇൻസ്പെക്റ്റ് ചെയ്യണം. ഇപ്പം ദിസ് ഇസ് തേർഡ് പോയിൻറ്റ്. ആദ്യം എന്താണ്? വിശ്വാസം എന്താണ് ചെയ്യണം? വിതിൻ നോ ടൈം പ്രഖ്യാപിക്കണം. മൂന്നാമത്തെ എന്താണ്? കണ്ടൻറ് ഓഫ് ദി ഫാദർ, പിതാവിൻ്റെ ഇടപെടൽ അതിനകത്ത് ഉണ്ടാകുന്ന രീതിയിൽ നീ ഈശോയുമായിട്ട് ഇൻറ്റിമേറ്റ് ആകണം. മൂന്നാമത്തെ എന്താ വെച്ചാൽ ഇപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? മഹത്വത്തിൻ്റെ കണ്ടൻറ്റ്. അതായത് ഒരു വിഷയം അത് മഹത്വത്തിൻ്റെ കണ്ടൻ്റായിട്ടെന്ന് വെച്ചാൽ ദൈവത്തിന് മഹത്വം വെച്ചാൽ നമുക്കറിയാമില്ല, ആന നിന്നാലും ചിലപ്പോൾ 12,000, ചെരിഞ്ഞാലും 12,000 എന്ന് പറയും. പണ്ടത്തെ കണക്കാണ്. ഇപ്പം ചിലപ്പോൾ 1 ലക്ഷമോ 1.5 ലക്ഷമൊക്കെ ആനയ്ക്ക് വില ഉണ്ടാവും. ആന ചത്താലും അതിൻ്റെ കൊമ്പ് കിട്ടുമല്ല, അതാണ് അതിൻ്റെ വില വ്യത്യാസം വരാത്തതിൻ്റെ കാരണം. ആന നിന്ന് തടി വലിപ്പിക്കാനുള്ള വിലയാണ് അതിനുള്ളത്. ആന ചെരിഞ്ഞ കൊമ്പിൻ്റെ വിലയാണ് ഉള്ളത്. അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും ലാഭമാണ് ഉള്ളത് ഇതിൻ്റെ അകത്ത് വരുന്നത്. അത് നമുക്ക് നഷ്ടപ്പെടത്തില്ല. ഇതുപോലെയാണ് വിശ്വാസത്തിൻ്റെ ഒരു വിഷയം. വിശ്വാസം ഇപ്പം നമ്മുടെ വിഷയം ദൈവത്തിൻ്റെ സന്നിധി വെച്ചു. മേ ബി ഒരു ഹാർഡായിട്ടുള്ള ടാസ്ക്കാണെന്ന് വിചാരിച്ചോ, വിശ്വാസം ദൈവത്തിൻ്റെ വെച്ചു. ആ വിശ്വാസം നടന്നാൽ ആ വീട് അത് നിനക്ക് ജോലി കിട്ടുകയോ അതനുസരിച്ച് നിൻ്റെ കാര്യങ്ങൾ നീ കല്യാണം കഴിക്കുകയോ അങ്ങനെ പോയാൽ ആ രീതിയിൽ ഇറ്റ്സ് ഓക്കെ. ഇനി അതിന് ദൈവമഹത്വം ഉണ്ടാകും. അത് നടന്നില്ലെങ്കിലും മഹത്വം ഉണ്ടാകണം. യു ഗോട്ട് ദ പോയിൻറ്റ്. ആ കാര്യം നടന്നില്ലെങ്കിലും എന്താണ്? കർത്താവേ, ഇതല്ല നിൻ്റെ മനസ്സൊന്നിപ്പോൾ മനസ്സിലായി. ഈ പെണ്ണിനെ അല്ലെങ്കിൽ ഈ ചെറുക്കനെ കല്യാണം കഴിക്കണം അല്ല നിൻ്റെ മനസ്സൊന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ആ കല്യാണം പോയത്. സോ ഗ്ലോറി ബി ടു യുവർ നെയിം, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. അത് കണ്ടൻറ് ഓഫ് ദി ഗ്ലോറി എന്ന് പറഞ്ഞതാണ്. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാതെ നമ്മൾ ഒരു കല്യാണം വന്ന എൻ്റെ അച്ഛാ എന്ത് പരിപാടിയാ വെച്ചാൽ കാണിച്ചത്, ഞാനവിടെ പിടിച്ച് ഇതാണല്ല, എന്നിട്ട് മനസ്സമ്മതവും വരെ നടന്നാണ്, എല്ലാവരും അടിച്ചാൽ കുറേ കാശും പോയതാണ്, ആൾക്കാരും കോവിഡായ കാരണം തിരിച്ച് കാശും തന്നില്ല, ആകപ്പഴം കടത്തിലായി എന്ന് വെച്ചാൽ ഉള്ള ആ കല്യാണം പോയെന്ന് പറയും. ഇതിനുള്ളിൽ അവർ 2-3 പ്രാവശ്യം ഇങ്ങനെ നിലവിളിക്കും. കാര്യം അതായത് ഇവർ വിശ്വാസിയാണ്, പക്ഷേ ഇതിനുള്ളിൽ അവർ 2-3 പ്രാവശ്യം നിലവിളിക്കും. ദാറ്റ് മീൻസ് ഇവർ ആ ഒരു വിഷയത്തോട് വളരെ വൈകാരികവും മാനുഷികവുമായിട്ടാണ് അടുക്കുന്നത്. കുഴപ്പമില്ല, നമ്മൾ മനുഷ്യരാണ്, അങ്ങനെ ചെയ്യാം. പക്ഷേ അതിൻ്റെ ദൈവിക കണ്ടൻ്റുണ്ട്. ദൈവിക കണ്ടൻ്റുണ്ട്. ഒരു ദിവസം ഞാനൊരു മകളെ കുമ്പസാരിപ്പിക്കുകയായിരുന്നു ഈ പള്ളിയിൽ. ഇവിടെ മാക്സിമിലിയൻ കോൾവേ എന്ന് പറഞ്ഞ പള്ളിയുണ്ട് ഇവിടെ. അവിടെ ഞാനവിടെ കൊച്ചച്ഛനായിരുന്നു, എൻ്റെ കീഴിലായിരുന്നു ആ പള്ളി. കാര്യം വികാരത്തിന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തില്ല. ഞാൻ അവിടെ എല്ലാ പരിപാടിയും. ഇപ്പോഴത് വേറെ ആൾക്കാരെ ഏൽപ്പിച്ചു. അപ്പോൾ ഞാനവിടെ കുമ്പസാരിക്കുന്ന സമയത്ത് ഒരു പെങ്കൊച്ചനോട് പറഞ്ഞ്, അച്ഛാ നാളെയാണ് എൻ്റെ കല്യാണം എന്ന് പറഞ്ഞ്, ഇത് കല്യാണ കുമ്പസാരമാണെന്ന് പറഞ്ഞു. അപ്പോൾ കല്യാണ കുമ്പസാരം നടത്തി അവളെ ആശീർവദിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, മകളെ ഈ കല്യാണം നടക്കത്തില്ലെന്ന് പറഞ്ഞു. അവളെന്നെ തല്ലാഞ്ഞത് ഭാഗ്യം. കാര്യം തിരിച്ചവൾ വന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ എൻ്റെ കാര്യം എനിക്ക് വിതിൻ നോ ടൈം ഞാൻ പറഞ്ഞതാണത്, ചിന്തിച്ച് ആലോചിച്ച് പറഞ്ഞതല്ല. ആ കല്യാണത്തിൻ്റെ പെശക ഉണ്ടെന്ന് കർത്താവ് എന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞു കല്യാണം നടക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എന്നോട് തിരിച്ചു വന്ന് ചോദിച്ചു എന്താണ് ചെയ്തത്. അപ്പം നീ അത് കുറച്ചുകൂടി ആരെങ്കിലും വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അവർ 4-5 പേര് വന്ന്, കാര്യം നിസ്സാര കാര്യമാണ്, നാളെ കല്യാണത്തിന് ഇങ്ങനെ പറഞ്ഞ് ഒരു പ്രാന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിടുക തന്നെ പള്ളിയിരിക്കുന്നത്, അതും 10 സ്ഥലം അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരുക എന്നുള്ള പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു മക്കളേതായാലും ശരി, എന്നെ ഒന്നിപ്പോൾ പറയേണ്ട, നിങ്ങൾ ഒന്നുകൂടി പോയി കാര്യങ്ങളൊക്കെ ചെറുക്കനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. എന്ന് അന്വേഷിക്കാൻ പറഞ്ഞ സമയത്ത് അവർ എന്നോട് കുറച്ച് സ്നേഹവും ബഹുമാനമൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല. അവർ വിഷയം പോയി അന്വേഷിച്ചപ്പോൾ ചെറുക്കിന് വട്ടാണ്. അതാണ് വിഷയം, വട്ടാണത്. ആ കല്യാണം കളഞ്ഞവർ അവരുടെ കാശും കുറച്ച് പോയി. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ
അവരിപ്പം വേറെ കല്യാണം കഴിച്ച് വളരെ ഭംഗിയായിട്ട് ജീവിക്കണം, ഒരു പ്രശ്നമൊന്നുമില്ല. അതല്ലേ ഞാൻ പറയണത്. ഒരു സംഭവം നമ്മൾ ആശിച്ചിരുന്ന സാധനം നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ മേക്കിട്ട് കയറരുത്. അത് വലിയൊരു മണ്ടത്തരവാണ്. ഇപ്പോൾ ഒരു വസ്തു വിൽക്കാൻ പോണ്, നമ്മളെല്ലാവരും നമ്മുടെ കടക്കാരോട് നമ്മൾ പറയുകയാണ്, ഇതേ അഡ്വാൻസ് തന്നിട്ടുണ്ട്, പറ്റിപ്പ് പാർട്ടിയൊന്നും അല്ലെന്ന് തോന്നണേ, അഡ്വാൻസ് തന്നത് ഞാൻ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം, ആ പൈസ കിട്ടിയാൽ നിങ്ങളുടെ പൈസ തരും. പക്ഷേ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ആ പൈസ അവരെ അഡ്വാൻസ് തന്ന ആൾക്കാർ പിന്നെ വരത്തില്ല. അവരെ കാശ് ഉപേക്ഷിച്ചു, പക്ഷേ അവർക്ക് പറമ്പ് വേണ്ട. വിളിച്ചു ചോദിച്ചോ പറഞ്ഞു, ഞങ്ങൾക്കിപ്പോൾ ലോൺ തരാമെന്ന് പറഞ്ഞ പട്ടുന്ന തരണില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ ഒരു ദൈവമേ ഇത്രയും നാൾ പ്രാർത്ഥിച്ചിരുന്ന് അവസാനം കപ്പിനും ചുണ്ടിനും എടുത്തെത്തിയപ്പോൾ തെറ്റിപ്പോയില്ല, ഇതെന്നാ ദൈവമാണെന്നായിരിക്കും നമ്മൾ ആദ്യം ചോദിക്കുന്നത്. അതോടുകൂടി ഇതിൻ്റെ കാര്യം തീരുമാനമായി. ആൾക്കാർ ചെന്ന് പണി മേടിക്കണതാണേ, ദൈവത്തെക്കുറിച്ച് അറിയാതെ പണി മേടിക്കണതാണ്. കാര്യം നമ്മൾ ഒന്നുറങ്ങിയാൽ നേരം വെളുക്കുമോ? എത്ര പ്രാവശ്യം ഉറങ്ങേണ്ടി വരും? ഞാനൊക്കെ 3 പ്രാവശ്യം ഉറങ്ങിയിട്ടാണ് നേരം വെളുക്കണം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞ പോലെ ദൈവവുമായിട്ട് കയറി കോർക്കരുത്. മാതാവിൻ്റെ ഏറ്റവും വലിയ മാതൃക അതാണ്, കോർക്കത്തില്ല. എന്തെല്ലാം വിഷയം ഉണ്ടായാലും ഹൃദയത്തിൽ സംഗ്രഹിക്കും. എന്തെല്ലാം ഇഷ്യൂ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഓപ്പോസിറ്റാണ് നടക്കണമെങ്കിലും യേശുവിൻ്റെ അമ്മ എന്നാണ് പറയണത്. അത് നന്നായിട്ടാണ് പറയണത്. 1:47 പറയുന്നില്ല, യേശുവിൻ്റെ അമ്മ. അവൻ്റെ അമ്മ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അപ്പം ഇതൊരു വിഷയം, അതായത് എന്തെങ്കിലും വിശ്വാസത്തിൻ്റെ നാലാമത്തെ ഘട്ടം എന്താണ്? എന്തെങ്കിലും നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഓപ്പോസിറ്റായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് കളഞ്ഞ് അതിൻ്റെ പേര് ബോൾത്താക്ക് പോകരുത്. പറഞ്ഞ മനസ്സിലായ? വിശ്വാസത്തിൻ്റെ ഒന്നാമത്തെ വിഷയം എന്താണ്? ടൈം കണ്ടൻറ്റ്. രണ്ടാമത്തെ വിഷയം എന്താണ്? ഫാദേഴ്സ് ടച്ച്. മൂന്നാമത്തെ വിഷയം എന്താണ്? മഹത്വത്തിൻ്റെ കണ്ടൻറ്റ്. നാലാമത്തെ വിഷയം എന്താണ്? നാലാമത്തെ വിഷയം നോ കമൻറ്റ് പ്ലീസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ ജീവിതത്തിന്, നിൻ്റെ വിശ്വാസത്തിന് നിനക്ക് നിരക്കാത്ത, സ്വീകാര്യമല്ലാത്ത എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പേരിൽ ദൈവത്തോട് ഫൈറ്റ് ചെയ്യാൻ പോകരുത്. ഹൃദയത്തിൽ സംഗ്രഹിക്കണം. അപ്പം നിൻ്റെ കപ്പാസിറ്റി വർദ്ധിക്കും ദൈവവുമായിട്ടുള്ള. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ എൻ്റെ ചിന്തയ്ക്ക്, ആലോചനയ്ക്ക്, ആഗ്രഹങ്ങൾക്ക്, പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി ദൈവിക നടപടി വന്നാൽ അത് സ്നേഹത്തോടെ നിന്റെ തിരുമനസ്സിനെ കീഴ്പ്പെട്ടുകൊണ്ട് കർത്താവിന്റെ ദാസൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവമേ നിന്നെ മഹത്വപ്പെടുത്തുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ഇപ്പം നമ്മുടെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ ദൈവവുമായിട്ട് എങ്ങനെയാണ് ഓൺലൈനിലാകണതെന്നാണ് സബ്ജക്റ്റ്. എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ നമുക്ക് അജ്ഞാതമായ വഴികൾ വരത്തില്ലേ? നമുക്ക് ആ വഴി എന്താണെന്ന് അറിയത്തില്ല, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇപ്പോൾ നമ്മുടെ വിസയ്ക്ക് കൊടുത്തിരിക്കുന്ന പാർട്ടി എപ്പോഴും നമ്മുടെ പ്രോസസ്സിങ്ങിൽ സ്റ്റേ പ്രോസസ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇമെയിൽ എപ്പോൾ നോക്കിയാലും നമ്മൾ നോക്കുമ്പോൾ കമ്പനി വെബ്സൈറ്റിൽ കയറുമ്പോൾ ഇൻ പ്രോസസ്സ് എന്ന് പറയും. വിസയുടെ കാര്യം നമ്മളവർക്ക് ദൈവം ഇങ്ങനെ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ പലിശ കൂടുമില്ല. നമ്മൾ കൊടുത്തിരിക്കുന്ന കാശില്ല, അതിൻ്റെ പലിശ കൊടുത്തില്ലേ? അപ്പോൾ എന്താണ് അങ്ങനെ വല്ല ആയാടാ? ഇല്ല. ദൈവം ഭണ്ഡാരം, പലിശ കൂടുമില്ല, വീടും കൊണ്ടേ പോകത്തുള്ളായിരിക്കും. അമ്മ തലയൊക്കെ വെച്ച് ഇവരാകണേ അടുത്ത മുറിയിലേ. ഇവരാരും വിശ്വാസികളല്ല, അതാണ് പ്രശ്നം. അതായത് ഇതെല്ലാം പ്രോസസ് ടൈം എന്ന് പറയുമ്പോൾ വെറുതെ കമ്പ്യൂട്ടറിൽ നിൻ്റെ വിസ പ്രോസസ്സിങ് മാത്രമല്ല നടക്കുന്നത്, നിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രോസസ്സിങ് കൂടി നടക്കുന്നുണ്ട്. വിസയും വിശ്വാസമൊക്കെ ഒരുമിച്ച് പോകുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ ജീവിതത്തിലെ പ്രോസസ്സിങ് എന്ന് പറഞ്ഞാൽ നിൻ്റെ വിശ്വാസം കൂടി ദൈവം പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെപ്പോഴാണത് കറക്റ്റാകണത് അനുസരിച്ച് ഈസി ആയിട്ട്. ഇപ്പോൾ ഈ ചേച്ചിയുടെ കാര്യം കണ്ടില്ലേ? ചേച്ചി നമ്മൾ മുമ്പ് എന്താ പറഞ്ഞത്? ദൈവവുമായിട്ട് ഇങ്ങനെ 1, 2, 3, 4, 5 സെക്ഷനായിട്ടുള്ള ഇൻ്റർവ്യൂവും ടെസ്റ്റും ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ദൈവവുമായിട്ട് ഓൺലൈനിലാകും.
അപ്പോൾ ഓൺലൈനാകുമ്പോൾ ഈ ചേച്ചിക്ക് അങ്ങനെ ഒരു ഓൺലൈൻ, പിന്നെ നമുക്ക് മെസ്സേജിങ് ആവും. ദൈവമായിട്ട് അടുത്ത്, ആത്മാർത്ഥമായിട്ട് അടുത്ത് കഴിയുമ്പോൾ പിന്നെ പിതാവിൻ്റെ ഫാദേഴ്സ് ടച്ചുള്ള കാരണം നമുക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കും. ഇന്ന സമയത്ത് ഇന്നതുപോലെ ചെയ്യണം, സ്വപ്നം കാണും ദൈവത്തെ, സ്വപ്നത്തിൽ കൂടെ പ്രത്യക്ഷപ്പെട്ട് ഇന്ന കാര്യം ചെയ്യാൻ പറയും. അതൊക്കെ എല്ലാം ഇന്നത്തെ കാലത്ത് എപ്പോഴും നടക്കുന്ന കാര്യമാണ്. ഇത് ഉടമ്പടി എടുത്ത ആൾക്കാരുടെ സാക്ഷ്യം നോക്കിയാൽ മതി. അത്രയും അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. എല്ലാവർക്കും ഓരോ കാര്യം അവരുടെ രീതി അനുസരിച്ച് പറയും. അപ്പം അങ്ങനെ കുറേ സാക്ഷ്യങ്ങളുണ്ട് ആ രീതിയിൽ. പക്ഷെ അവരൊക്കെ എങ്ങനെയാണ് ആ സാക്ഷ്യത്തിൻ്റെ ലെവലിലോട്ട് ചെന്നതെന്ന് പറഞ്ഞത് ഇൻറ്റിമസിയാണ് അതിൻ്റെ അകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇൻറ്റിമസി എന്ന് വെച്ചാൽ ദൈവത്തിന് പല കാര്യവും വിശ്വാസത്തിൻ്റെ പേരിൽ ദൈവത്തിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ദൈവത്തിനെ ഒരു പരിഭവത്തിനും വാഗ്വാദത്തിനും മത്സരത്തിനും ഒന്നും ഫൈറ്റ് ചെയ്യാൻ പോകാതെ അമ്മയെപ്പോലെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അങ്ങനെ വളരെ തഞ്ചത്തോടും തായത്തോടും കൂടി ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വ്യാപരിച്ചാണ്. അങ്ങനെ വരുമ്പോൾ എന്താ പറയണത്, നീ നടക്കേണ്ട വഴി അജ്ഞാതമായ വഴി. ഇപ്പം 42 ഐസയാ 42:16 അജ്ഞാതമായ മാർഗത്തിൽ ഏറ്റ് പറഞ്ഞേ, അജ്ഞാതമായ മാർഗത്തിൽ കുരുടരെ ഞാൻ നയിക്കും, അപരിചിതമായ പാതയിൽ അവരെ ഞാൻ നടത്തും. ഇത് വാഗ്ദാനമാണ്. നമുക്ക് തന്നിരിക്കുന്ന 10,000-കണക്കിന് വാഗ്ദാനങ്ങളിൽ ഒന്നാണിത്. എന്നുവെച്ചാൽ ചില സമയത്ത് നമുക്ക് വഴിമുട്ടിപ്പോകും, ഗതിമുട്ടിപ്പോകും, പിന്നെ ചിലപ്പം മൊഴിയും മുട്ടിപ്പോകും. എന്താണ് പറയേണ്ടതെന്ന് അറിയാൻ പല ബബബ ജബജബ അടിയും എന്നറിയാൻ പല നമുക്ക്. ഇങ്ങനെ മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കാം. അതാണ് ഈ പറയണത്, നിനക്ക് അജ്ഞാതം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിനക്കറിയാൻ പാടില്ലാത്ത വഴികളിലൂടെ 42:16 ഞാൻ നിന്നെ നടത്തും. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും 32:8 വായിച്ചത്. സങ്കീർത്തനം എന്താ വായിച്ചത്? സങ്കീർത്തനം നീ നടക്കേണ്ട വഴി എന്ന് പറഞ്ഞേ, നീ നടക്കേണ്ട വഴി ഞാൻ നിന്റെ മുഖത്ത് നോക്കി ഉപദേശിക്കും. ഇൻറ്റിമസിയുടെ സമയമായി. ദൈവവും നാമവും തമ്മിൽ ഒരു ആഭിമുഖ്യത്തിനുള്ള സമയമായി. റിലേഷൻസാണിത്. വഴി തെളിഞ്ഞു വരുന്ന റിലേഷനിലൂടെയാണ്. എന്താണ് നീ നടക്കേണ്ട വഴി? ഏറ്റു പറഞ്ഞേ, നീ നടക്കേണ്ട വഴി. സങ്കീർത്തനം 32:8 നീ നടക്കേണ്ട വഴി ഞാൻ നിന്റെ മുഖത്ത് നോക്കി ഉപദേശിക്കും. ദൈവവും നമ്മളും തമ്മിൽ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് സിറ്റ് ചെയ്യുകയാണ്, ഇൻറ്റിമസിയായി. അപ്പം നമുക്ക് ഇങ്ങനെ സമയത്ത് വഴി പറഞ്ഞു തരും. വിശ്വാസം പ്രഖ്യാപിക്കുന്നതനുസരിച്ച് വിശ്വാസത്തിൽ നോ ടൈം എടുക്കുമ്പോഴും ഫാദേഴ്സ് ടച്ച് ഉണ്ടാകുമ്പോഴും മഹത്വത്തിൻ്റെ കണ്ടന്റ് ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ കോൾ ടു ഇൻറ്റിമസി ആവും, ദൈവത്തോട് അടുത്ത് വരും. അങ്ങനെ വരുമ്പോൾ 32:8 വർക്കൗട്ട് ചെയ്യും. എന്താണ്? നീ നടക്കേണ്ട വഴി അജ്ഞാതമായ വഴിയാണ് നിനക്കത്, പക്ഷേ ഞാനത് നിൻ്റെ മുഖത്ത് നോക്കി ഇപ്പോൾ പറയും. അപ്പോൾ നിങ്ങളവർക്ക് ഇത് സാധാരണ മനുഷ്യർക്ക് സാധ്യമാണ് തീർച്ചയായിട്ടും. ആ ചേച്ചി ആ ടൈപ്പ് സാധനമാണ്. നമ്മുടെ ഇവരില്ലേ CRZ ചേച്ചി, അവരാ ടൈപ്പാണ്. അവർ കർത്താവുമായിട്ട് ഇൻറ്റിമസിയാണ്. വെച്ചാൽ അവരെ ഒന്നാമത് വെച്ചിരിക്കുന്നത് അവർക്ക് അവർക്ക് ഗവൺമെൻറ്റിൻ്റെ അവർക്ക് നമ്പറിട്ട് തരുന്നില്ല. 7 പ്രാവശ്യം ഒരു പഞ്ചായത്തിൽ 7 മാസത്തിനുള്ളിൽ 7 പ്രാവശ്യം പോയെന്നാണ് പറയണത്. ഇനി അമ്മ തന്നെ അത് ചെയ്യേണ്ടി വരും. എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ലെന്ന് പറയും. പക്ഷേ അമ്മ എന്താ ചെയ്യാൻ പോണത്? അമ്മ ഇവർ നടക്കേണ്ട വഴി ഇവരുടെ മുഖത്ത് നോക്കി ഉപദേശിക്കും. എന്താ ചെയ്യണത്? അവർ വീട്ടിൽ ചെല്ലുമ്പോൾ പറയും, നീ ഒരു പണി ചെയ്യും, നീ ആ വീട്ടിൽ പോയി, നീ നമ്പർ കിട്ടാത്ത വീട്ടിൽ പോവുക. അവിടെ ഒരു ആന്തരികമായ പ്രേരണയാൽ ഇവർ നമ്പർ കിട്ടാത്ത വീട്ടിലോട്ട് പോകുമ്പോൾ എന്ന് പറയും, നീ ആ പച്ചത്തിരിയും നീലത്തിരിയും ഒരുമിച്ചെടുക്കാൻ പറയും. അപ്പം നമ്മളിത് ഇവിടുന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. അത് അപ്പോൾ ഇവരെന്നാ ചെയ്യണത്? ഈ നീലത്തിരിയും പച്ചത്തിരിയും ഒരുമിച്ചെടുത്ത് അവർക്ക് അവരുടെ മുഖത്ത് നോക്കി ഉപദേശം കിട്ടിയാണ് അവർക്ക്. നമുക്കതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. അത് അവർക്ക് കിട്ടിയ അവരുടെ പ്രൈവറ്റ് റിലേഷൻസ് ആ കർത്താവുമായിട്ടുള്ള. അവരോട് പറഞ്ഞു, നീ പച്ചത്തിരിയും നീലത്തിരിയും ഒരുമിച്ചെടുക്കാൻ പറഞ്ഞു. ഒരുമിച്ചെടുത്തുകൊണ്ട് ഇവർ നേരെ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ബുക്കുമായിട്ട് ഇവർ ആ വീട്ടിൽ ചെല്ലും. അത് വീട്ടിൽ നമ്പർ കിട്ടാത്ത വീട്ടിൽ ചെന്നിട്ട് അതിൻ്റെ ഇളം തിണ്ണെ പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും? വിശ്വാസപ്രമാണം ചൊല്ലും. വിശ്വാസപ്രമാണം ചൊല്ലുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസപ്രമാണം ആർക്ക് വേണമെങ്കിലും ചെല്ലാം, പക്ഷേ റിട്ടേൺസ് വ്യത്യസ്തമായിരിക്കും. അതെപ്പോഴും ശ്രദ്ധിക്കണം നിങ്ങൾ. അപ്പം നിങ്ങൾ ചോദിക്കും, ചെല്ലണതെല്ലാം ഒരു വിഷയമല്ലേ എന്നൊക്കെ ആയിരിക്കും വിചാരിക്കണം. പക്ഷേ ചെല്ലണമല്ല, ആര് ചെല്ലുന്നു എന്നുള്ളതാണ് പ്രശ്നം. കാര്യം വിശ്വാസപ്രമാണം ആർക്കും ചെല്ലാവില്ല. വിശ്വാസപ്രമാണം ആർക്കും ചെല്ലണമല്ല പ്രശ്നം.
അത് ആര് ചെല്ലുന്നു എന്നാണ് വിശ്വാസം. അപ്പോൾ വിശ്വാസ പ്രമാണം ചെല്ലുക. കാര്യം പിശാചിനെ ബന്ധിക്കുന്ന പ്രാർത്ഥനയും വിശ്വാസ പ്രമാണം മതി. കാര്യം പിശാചിനെ ബന്ധിക്കാൻ വരെ വിശ്വാസ പ്രമാണം മതി. പക്ഷേ എന്താ പ്രശ്നം? വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ ചില ആൾക്കാരുടെ കൈ വിറക്കും. അങ്ങനെയാണ് ഉന്നം തെറ്റിപ്പോണത്. ചില ആൾക്കാർ തോക്കെടുക്കത്തില്ലേ, തോക്കെടുത്തിട്ട് ഇങ്ങനെ ഇറക്കുമ്പോഴാണ് അടുത്ത പറമ്പിൽ പോണത് ഉണ്ട. ചില ആൾക്കാരുടെ വിശ്വാസ പ്രമാണം ചില അങ്ങനെയാണ്. കൈ എടുക്കുമ്പോൾ തന്നെ വിറക്കുമ്പോൾ ഉണ്ട അടുത്ത വണ്ടി പോയി. വല്ല കൊക്കിനെയും വെടിവെക്കണേ ആയിരിക്കും. ചിലപ്പോൾ വല്ല പശുവിന് ചുറ്റും പോയി കൊണ്ടിട്ട് ആപ്പാട് പണിയാക്കും. അപ്പോഴത് വിശ്വാസ പ്രമാണം ഷൂട്ട് ചെയ്യുന്നതിലാണ് കാര്യം ഇരിക്കുന്നത്. കാര്യം നീ ആദ്യം ദൈവസ്നേഹമുള്ള ആളാണ്, ഫാദറിനോട് പിടുത്തം ഉണ്ടാകണം. അപ്പം ഇതിനകത്ത് ഭയങ്കര റോളാണ്. നിങ്ങൾക്ക് കുറച്ച് അത് ശരിക്കത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതായത് അപ്പായുടെ റോളെന്ന് പറഞ്ഞാൽ അപ്പായുമായിട്ട് നിങ്ങൾ പൊരിഞ്ഞ സ്നേഹത്തിലായിരിക്കണം. യേശുവുമായിട്ട് നിങ്ങൾ അടുത്ത് കഴിയുമ്പോൾ അപ്പ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുമായിട്ട് അടുക്കും. അപ്പയ്ക്ക് നമ്മുടെ രീതി എന്ന് വെച്ചാൽ യേശുവായിട്ട് നമ്മളെടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് റിസൾട്ടായിട്ടാണ് അപ്പ നമ്മളോട് എടുക്കുന്നത്. അങ്ങനെ അടുത്ത് വരുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തുമെന്ന് വെളിപാട് വരും. ഞാനും അവനെ സ്നേഹിക്കും, എന്നെ തന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. എവിടെ പറഞ്ഞിരിക്കുന്നത്? യോഹന്നാൻ 14:21. വെളിപാടുകൾ വരും. അപ്പം നിങ്ങളോർക്ക് ഇത് വെളിപാട് യോഹന്നാന് പണ്ടൊരു വെളിപാടുണ്ടായി, പിന്നെ ആർക്കാണ് വെളിപാടുണ്ടിരിക്കുന്നത്? ഇതൊക്കെ ചുമ്മാ കള്ളത്തല്ലെന്ന് പറയും. വെളിപാടിൻ്റെ കാലം കഴിഞ്ഞു എന്ന് പറയുന്ന ക്ലാസിക്കൽ തിയോളജിയൻസ് ഉണ്ട്. പക്ഷേ ദൈവവും മനുഷ്യനുമായിട്ട് അടുത്ത് കഴിഞ്ഞാൽ വെളിപാടുണ്ടാകാതെ പിന്നെ എന്തുണ്ടാകാനാണ്? ഈ ചേച്ചിയെ സംബന്ധിച്ചോളം ചേച്ചിയോട് പറഞ്ഞാൽ എന്തായിരിക്കണം? നീ പോയി വെളിപ്പെടുത്തുന്നു പറഞ്ഞാൽ ഞാനും അവനെന്നാണ് പറഞ്ഞിരിക്കണം. അല്ലാതെ അതിൻ്റെ അകത്ത് മെത്രാനും കർദിനാളിനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാനും സാധാരണ സിംഗിൾ ഫെയ്ത്ത്ഫുള്ളിനാണ് പറയണത്. ഇതിൻ്റെ അകത്ത് എന്താ പറയണത്? എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്, എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കും. അതാണ് സംഭവം. ഈശോ സ്നേഹിച്ച പിതാവ് നമ്മളെ സ്നേഹിക്കും. പിന്നെന്ത് പറ്റും? ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. എന്നെ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ മനസ്സ് വെളിപ്പെടുത്തുമെന്നാണ് പറയണത്. ഈ എന്നെ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ എന്താണ്? എന്നെ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ എന്താണ്? എന്നെ എന്ന് പറഞ്ഞാൽ ആരെയാണ്? ഈശോയാണ് ഉദ്ദേശിക്കുന്നത്. എന്നെ വെളിപ്പെടുത്തുക എന്ന് വെച്ചാൽ ഈശോ ഒരു മനുഷ്യന് ഇനി വരാൻ പോകുന്ന ഈ സൂര്യൻ തണുക്കുവോളും നക്ഷത്രങ്ങൾ മങ്ങുവോളും മനുഷ്യരാശി നിലനിൽക്കുവോളും മനുഷ്യൻ്റെ ആവശ്യമായിട്ടുള്ള സിംഗിൾ ആപ്പിൻ്റെ പേരാണ് ക്രിസ്തു. ക്രിസ്തുവിലെല്ലാമുണ്ട്. പൗലോസാണിത് പറയണത്. ക്രിസ്തു എല്ലാമാണ്. ഒന്നേറ്റ് പറഞ്ഞേ, ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. അപ്പം ഇത് വലിയൊരു വെളിപാടാണ്. കാര്യം ഇപ്പം നമുക്ക് ആവശ്യമായ വീട്, ജോലി, സ്ഥലം തൊട്ട് നിത്യത വരെ ക്രിസ്തുവിലാണ്. അതാണ് കൊളോസ്യസ് 3:11. എന്താ പറയണത്? ക്രിസ്തു എല്ലാമാണ്. പറഞ്ഞേ, ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. അപ്പം എല്ലാമാണെന്ന് പറയുമ്പോൾ അവൻ 14:6 പറയും, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. ജനറലായിട്ട് പറഞ്ഞു വെച്ചും അവൻ പറയും, പർട്ടിക്കുലറായിട്ട് പറയും. എന്താണ് വഴിയും സത്യവും ജീവനും? 14:6. യോഹന്നാൻ 14:6. എന്താണ് വഴിയും സത്യവും ജീവനും ഞാനാണ്. അപ്പം നമ്മൾ ഓർക്കും ഇത് നിത്യതയായിരുന്ന പിതാവിൻ്റെ പക്കലേക്കുള്ള വഴി മാത്രമാണെന്ന്. അങ്ങനെയല്ല. ക്രിസ്തു എല്ലാമായത് കാരണം എല്ലാ വിഷയങ്ങൾക്കും അവന് വഴിയുണ്ട്. ശ്രദ്ധിക്കട്ടെ. ക്രിസ്തു എല്ലാമാണ്, എല്ലാവരുമായത് കാരണം നമ്മളെ സംബന്ധിക്കുന്ന ഭൗതിക കാര്യങ്ങളുടെയും ക്രിസ്തുവിൽ അതിൻ്റെ വഴിയുണ്ട്. യു ഗോട്ട് ദ പോയിന്റ്. എല്ലാ വിഷയവും ഇപ്പം നിൻ്റെ ഇപ്പം 24 കൊല്ലമായിട്ട് കല്യാണം കഴിച്ചിട്ട് മക്കളില്ലാത്ത ആൾക്കാരെ വരെ അൾത്താറയിൽ കുഞ്ഞിനെയും കൊണ്ടുവന്ന് സാക്ഷ്യം പറഞ്ഞ് അൾത്താറയണത്. അത് 1-2 കേസല്ല, പല പല കേസുകൾ. അപ്പോൾ അതൊക്കെ മനസ്സിലായില്ലേ? ഡോക്ടർ അണ്ട ഉൽപ്പാദിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞു, മൊബിലിറ്റി ഇല്ല, അതുപോലെ തന്നെ ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല, കൗണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്
ടെക്നിക്കലായിട്ട് നടക്കത്തില്ല എന്ന് പറയുന്ന കേസൊക്കെ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. നീ നടക്കേണ്ട വഴി, ചെയ്യേണ്ട കാര്യങ്ങൾ നിൻ്റെ മുഖത്ത് നോക്കി നിന്നെ ഉത്ബോധിപ്പിക്കും. എന്താ കാര്യം? ക്രിസ്തുവിലെല്ലാം ഉണ്ട്. അപ്പം അതുകൊണ്ട് ഈ ക്രിസ്തു നമ്മളിലേക്ക് 14:21 അനുസരിച്ചിട്ട് നമ്മളിലേക്ക് വരുമ്പോൾ എന്താ പറയണത്? ഞാൻ എന്നെ തന്നെ നിനക്ക് വെളിപ്പെടുത്തും എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ പേഴ്സൺ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രൻ തമ്പുരാൻ, ത്രിത്വത്തിൻ്റെ രണ്ടാമളെ പുത്രൻ തമ്പുരാനെന്നുള്ള ആത്യന്തികമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലിനേക്കാളുപരി നിൻ്റെ ജീവിതത്തിന് ഇപ്പോഴ് നീ എങ്ങോട്ടാണ് പോകേണ്ടത്, നീ നടക്കേണ്ട വഴി 32:8 അനുസരിച്ചുകൊണ്ട് നിൻ്റെ മുഖത്ത് നോക്കി പറയും. അത് വെളിപാടാണ്. അപ്പോൾ ഈ ചേച്ചി എന്താ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ഒരു പച്ചത്തിരിയും ഒരു നീലത്തിരിയും കൊടുത്തിട്ട് ഈ പുതിയ വീട്ടിൽ പോയിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുകയും മുട്ടിയിൽ നിന്ന് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടാണ് ചെല്ലണത്. അപ്പോൾ വിശ്വാസപ്രമാണം ചെല്ലുമ്പോൾ കൈ വിരിച്ച് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ചില ആൾക്കാർ ഒന്നര ആഴ്ച കഴിയുമ്പോൾ കൈ വിരിക്കണ കാര്യം മറന്നു പോകും. അപ്പോൾ അതാണ് വിഷയം. ഇവിടുന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? യേശു ക്രിസ്തുവിൻ്റെ മരണം പ്രഖ്യാപിക്കും. ചില ആൾക്കാർ കൈ പിടിക്കണ കാര്യം പറയുമ്പോൾ ഒന്നരാഴ്ച കഴിയുമ്പോൾ കൈ ഇങ്ങനെ പിടിക്കണ കാണാം. ഇങ്ങനെ പിടിക്കാൻ നമ്മൾ പറഞ്ഞിട്ടില്ല. ഇത് യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പ്രഖ്യാപിക്കുകയും ഇങ്ങനെ പിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, കർത്താവിൻ്റെ മരണം പ്രഖ്യാപിക്കാൻ. അപ്പോൾ ഓരോ ശരീരത്തിൻ്റെ അംഗവിക്ഷേപങ്ങൾക്കും വ്യത്യസ്തങ്ങളായ ബോഡി ലാംഗ്വേജ് ഉണ്ട്, അതിൻ്റെ ഫെയ്ത്ത് എക്സ്പ്രഷൻസ് ഉണ്ട്. അത് കൃത്യമായിട്ട് കീപ്പ് ചെയ്യണവരുണ്ട്. അപ്പോൾ അവർ കൈ പിരിച്ച് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഇവർ നോക്കണമെന്ന് വെച്ചാൽ പച്ചപ്പൂക്കൾ, ഭയങ്കര മനോഹരമായൊരു സാക്ഷ്യമാണ്. പച്ചപ്പൂക്കൾ ഇങ്ങനെ കൊഴിഞ്ഞ് വീഴുന്നു. അവർ പറയുന്നത് ഞാൻ ഒരിക്കലും പച്ചപ്പൂക്കളെ കണ്ടിട്ടില്ലെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലോർത്ത്, ദൈവമേ നീ കാണാത്ത വഴികളിലൂടെ ഞാൻ നിന്നെ നയിക്കും. അത് കറക്റ്റല്ലേ? പൂക്കൾ എപ്പോഴും സാധാരണ എന്താ? മഞ്ഞ അല്ലേ, അല്ലെ ചുവപ്പ്, റോസ്, നീലയൊക്കെ കാണും. പക്ഷെ പച്ചപ്പൂക്കളെ സെൽഡം നമ്മൾ കാണുന്നു അല്ലേ. അപ്പോൾ ഇവരിങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെയ്യുമ്പോൾ പച്ചപ്പൂക്കൾ ഇങ്ങനെ കൊഴിഞ്ഞ് വീഴുന്നു. അപ്പം ഇവർക്ക് അതിൻ്റെ അർത്ഥം അറിയാൻ പാടില്ല. അപ്പം ഞാനത് പ്രാർത്ഥിക്കുമ്പോൾ അറിയാൻ പറ്റുമല്ല. പച്ചപ്പൂക്കൾ വെച്ചാൽ പച്ചപ്പൂക്കൾ റെയറാണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാത്ത നടക്കാത്ത ഒരു കാര്യമാണ്. അതാണ് ഇവർ പ്രത്യക്ഷ പ്രാർത്ഥന ചെയ്യുമ്പോൾ പച്ചപ്പൂക്കൾ കൊഴിഞ്ഞു വീഴുകയാണ്. ഉടനെ ഇവർ പറയും, ഇവരുടെ മനസ്സിൽ പറയും, പച്ചപ്പൂക്കളാണ് ഇത് കാണാത്ത പൂക്കളാണല്ല. അമ്മ ഇത് എന്താണ് ഉദ്ദേശിക്കണമെന്ന് അറിയത്തില്ല. ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ഇവർ പഞ്ചായത്തിൽ ചെല്ലുമ്പോഴേ ചെടുത്തി അത് എഴുതി വെച്ചിട്ട് കേട്ടാ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. തീർന്നു. അതാണ് പച്ചപ്പൂക്കൾ. 7 മാസം ഓടിച്ച പഞ്ചായത്ത് സെക്രട്ടറി ഇവർ ചെല്ലുമ്പോൾ ഈ സാധനം 2 മീറ്റർ കൊണ്ട് എഴുതി കൊടുക്കുകയാണ്. കാര്യം പൂക്കളും പച്ചയാകുന്നു. സാധാരണഗതിയിൽ ഇവർക്ക് കിട്ടാൻ സാധ്യതയില്ല. കാര്യം ഇവരെപ്പോലെ ആ പഞ്ചായത്തിൽ എത്രയോ പേര് അപേക്ഷ വെച്ചിട്ടുണ്ട്, ആർക്കും കിട്ടിയിട്ടില്ല. ഇതാണ് ഈ പ്രാർത്ഥിക്കുന്ന മനുഷ്യരും പ്രാർത്ഥിക്കാത്ത മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം. പ്രാർത്ഥിക്കുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ തന്നെ അതായത് ഒരു ടെമ്പററി പ്രാർത്ഥനക്കാരുണ്ട്, TP പെർമിറ്റുള്ള ആൾക്കാരുണ്ട്. ചില ആൾക്കാർ TP പെർമിറ്റ് അടിച്ച് നിൽക്കും. ഉടമ്പടി പകുതി മുക്കാലും TP പെർമിറ്റാണ്, ടെമ്പററി പെർമിറ്റാണ്. എന്ന് വെച്ചാൽ അവർ 3 മാസത്തേക്ക് അടങ്ങി ഒതുങ്ങി വളരെ നല്ല പിള്ള ചമഞ്ഞൊക്കെ നടക്കും. 3 മാസം 90 ദിവസം കഴിയുമ്പോൾ അവരുടെ പഴയ അഭ്യാസങ്ങളൊക്കെ എടുക്കും. അതാണ് TP പെർമിറ്റ് എന്ന് പറയുന്നത്, ടെമ്പററി പെർമിറ്റ്. ചില ആൾക്കാർ പറയും ഞാൻ ദൈവമായിട്ടാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ദൈവം ഒരു കക്ഷി, ഞാനും ഒരു കക്ഷി. ദൈവത്തിലാണെങ്കിൽ മാറ്റമില്ല. ഞാൻ മാറിയാലും ദൈവം മാറത്തില്ല. പിന്നെ ദൈവത്തോട് ചെയ്ത വാഗ്ദാനം എങ്ങനെയാണ് മാറണത്? അതുകൊണ്ട് ഞാൻ വിശുദ്ധിയായിട്ട് തന്നെ ജീവിക്കും. അത് പെർമനൻ്റായിട്ടുള്ള ഉടമ്പടി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ദൈവമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മളൊരു ധാരണ എത്തണം. കാരണം ദൈവമായിട്ടാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. അപ്പോൾ ഉടമ്പടിയുടെ ഒരു ടൈം കഴിഞ്ഞാലും നിങ്ങൾ ചില ആൾക്കാർ വിളിച്ചാൽ തിരുതികളെന്ന് പോയി കേട്ടോ, ഞങ്ങളുടെ രാജസ്ഥാനിലാണ്, ഞങ്ങൾക്ക് വരാനൊത്തില്ല. പക്ഷേ വെച്ചാൽ ഞങ്ങളതുപോലെ തന്നെ ജീവിക്കണത്. അത് കേൾക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോകും. അതൊക്കെ സത്യസന്ധമായിട്ടുള്ള ആൾക്കാരാണ്. കാര്യം തീരുന്ന മുമ്പ് തന്നെ വിശ്വാസം തീർന്ന ആൾക്കാരൊക്കെ ഉണ്ടേ. അവർ ചിലപ്പോൾ ആലപ്പുഴത്തിന് താമസിക്കുന്നുണ്ടാവും. അവിടെയാണ് ഈ വിഷയം വന്നത്. നിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും ഒരു പ്രോബ്ലമാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നീ ഇതിനെന്ത് ഇൻവെസ്റ്റ് ചെയ്ത്. ഒരിക്കൽ ഒരു 6 മണിക്കായപ്പോൾ ഞാൻ ആൾക്കാരെ കണ്ട് നിൽക്കുകയും
അപ്പോൾ ആൾക്കാർ കണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി, ഒരു 21 വയസ്സ്, അവൾ കരഞ്ഞുകൊണ്ട് വന്നച്ചാൽ, എൻ്റെ അവസാനത്തെ വണ്ടി പോയച്ചാ, ഞാനെങ്ങനെ ഇനി തിരിച്ചു പോകും, ഞാൻ അച്ഛനെ കണ്ടിട്ട് പോകാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്, അവൾ ഉടമ്പടിയെല്ലാം കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയും. അപ്പം ഞാൻ അവളെ വെച്ച് ശിരസിൽ വെച്ച് മാക്സിമം ഇനി അവർ ഈ വിഷയവും പറഞ്ഞുകൊണ്ട് കൃപാസനത്തിൽ വരാത്ത രീതിയിൽ ഞാൻ അമ്മയെ അവളെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു വിട്ട്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് അവർക്ക്. അവർ മറ്റുള്ളത് അച്ഛനെ ഇന്ന് കണ്ടിട്ട് നാളെ കാണാമെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പോവുകയും, ഇതിൻ്റെതൊക്കെ എല്ലാം എന്തുമാത്രം ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അച്ഛനെ കാണണമെന്നല്ല ഞാൻ പറയണത്, കാണാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങളെന്ന് പറയുന്നത് ഭയങ്കര ഹെവി എമർജൻസിക്കാർക്ക് മാത്രമേ കാണാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ഉടമ്പടി എടുത്തിരിക്കുന്ന അച്ഛനെ കാണാൻ വേണ്ടിയല്ല. ചില ആൾക്കാർ അങ്ങനെ വേണ്ടി ഒരു ഉടമ്പടി എടുത്തിട്ട് കൃപാസനത്തിന് ചുറ്റും നടക്കുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ട്, ഒട്ടപ്രശ്നം നടക്കുന്ന ആൾക്കാർ. അതല്ല, ഉടമ്പടി എടുക്കുന്നത് ദൈവത്തെ കാണാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ഒരു ബോധത്തിൽ എടുക്കുന്ന ആൾക്കാർ 90% ആൾക്കാരും സാക്ഷ്യം പറഞ്ഞ ആൾക്കാർ അച്ഛനെ കണ്ടവരാണ്? അല്ല, മാതാവിനെ കണ്ട ആൾക്കാരാണ് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് ആ രീതി ചിന്തിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് ലാഗ് ചെയ്യാൻ തുടങ്ങും. അച്ഛൻ പറഞ്ഞതിന് വരുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടക്കേണ്ട വഴി ദൈവം നമ്മുടെ മുഖത്ത് നോക്കി ഉപദേശിക്കുമ്പോഴേ ചിലപ്പോഴും നമുക്കറിയാത്ത വഴിയായിരിക്കും അത്, അറിയാത്ത. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, വഴി ഒരിക്കലും മുട്ടുന്നില്ലെന്ന അർത്ഥം. എങ്ങനെയെങ്കിലും ദൈവം നിന്നെ സെറ്റാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല. അപ്പം അതുകൊണ്ട് നീ വെച്ച കാര്യം പുറകോട്ടെടുക്കരുത്. ദൈവത്തിൻ്റെ തിരുസന്നിധിയിലുള്ള ഏറ്റവും വലിയ സംഭവം അതാണ്, വെച്ച കാല് പുറകോട്ടെടുക്കരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നീ മുന്നോട്ട് ചെല്ലും തോറും, ദൈവമായിട്ടുള്ള യാത്ര മുന്നോട്ട് ചെല്ലും തോറും കൂടുതൽ ടോളിങ് ഉണ്ടായിക്കൊണ്ട് ടോൾ വെക്കാൻ പറയും. ഇപ്പം നമ്മൾ കാർ ഓടിച്ചുകൊണ്ട് പോകുകയാണെങ്കിൽ അവർ പറയും #, ഉണ്ടോ, ഫാസ്റ്റാഗ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കത്തില്ലേ അവർ. അപ്പോൾ ഉണ്ടെങ്കിൽ അവരത് സെൻസർ ചെയ്തിട്ട് നമ്മളെ പറഞ്ഞു വിടും. അപ്പോഴും അവരുടെ പൈസ ബാങ്കിലൊക്കെ, അവരുടെ ബാങ്കിലോട്ട് നമ്മുടെ പൈസ ചെല്ലും. ഇതുപോലെ യാത്രക്ക് മുന്നോട്ട് പോകും തോറും ഫെയ്ത്ത് ടാഗിന് ഉണ്ട്, ഫെയ്ത്ത് ടാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോകും തോറും നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്താ കാര്യം, അതുപോലെയാണ് ഇത് ഫെയ്ത്ത് ടാഗ് എന്ന് പറയുന്നതിന്. അതായത് നമ്മളുടെ ഫെയ്ത്തിൽ നിന്ന് പ്രഖ്യാപനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം. അത് ഈസിയായിട്ട് പോകാൻ പറ്റത്തില്ല, ടോൾ ചെയ്തേ പോകാൻ പറ്റത്തുള്ളൂ. അത് ഇങ്ങനെ നിങ്ങളുടെ ടോൾ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ചില ആൾക്കാർ സന്തോഷത്തോടെ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും കേസ് കെട്ട് നമുക്ക് ഇപ്പോൾ നമ്മുടെ IELTS എഴുതി അതിൻ്റെ അത്ര ഒരു മൊഡ്യൂള് പോയി. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയത് റീഡിങ്ങാണ്, ഇപ്പോൾ റൈറ്റിങ്ങും പോയി. മാതാവേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിനി ഞാൻ ഏത് ഡേറ്റ് എടുക്കുകയോ, ഞാൻ പോകണം, എനിക്ക് പോകാൻ പറ്റുമോ, ഏത് എൻ്റെ കൂട്ടുകാരെല്ലാം പോയി ഞാൻ അവിടെ പോയി ഇവിടെ താമസിക്കുന്നു, ഇവിടെ കാണുന്നേ കാളെ കാറിക്കൂവി ആപ്പടെ കുളവാക്കും. അവിടെ വെച്ചാൽ ഇതായിട്ട് ഇത് ഫെയ്ത്ത് ടാഗാണ്. അപ്പം നീ എന്താ ചെയ്യണം? ചിലർ എന്ന് വെച്ചാൽ ഒരു പ്രശ്നവുമില്ല, അത് കുഴപ്പമില്ല, അത് അടുത്ത പ്രാവശ്യം കർത്താവിനെ സെറ്റ് ചെയ്തോളും, കർത്താവിന് കുറച്ച് സമയം കൂടി തന്നിരിക്കണതാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ ആ ക്യാഷ് അങ്ങോട്ട് അടച്ചേക്കും. എന്താ സംഭവിച്ചിരിക്കുന്നത്? ഫെയ്ത്ത് ടാഗിങ്ങിൽ അവൾ വിശ്വാസം പ്രഖ്യാപിക്കും, എൻ്റെ കർത്താവ് എൻ്റെ കാര്യം സെറ്റ് ചെയ്യും. കാര്യം അത്രയും കൂടി വിശ്വാസം പ്രഖ്യാപിക്കാൻ നിനക്കൊരു അവസരം ദൈവം തരികയാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ ഏറ്റവും നല്ല സാക്ഷ്യങ്ങളൊന്ന് ദൈവത്തിന് ഞാൻ എപ്പോഴും പറയാം ഹെവി ഡ്യൂട്ടി വെച്ചാൽ വിശ്വാസമുള്ളവർ. ഞാൻ ഒരിക്കലും ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഞാൻ പ്രസംഗത്തിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു, കർത്താവ് എനിക്ക് എനിക്ക് തരുന്നതാണല്ലോ ഞാൻ പറയണത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ദൈവദൃശ്യനിധി വിഷയം വെക്കുമ്പോൾ ദൈവത്തിൻ്റെ ലെവലിലുള്ള വിഷയം വെക്കണമെന്ന്. നിങ്ങളുടെ ലെവലിലുള്ള വിഷയമല്ല, ദൈവത്തിൻ്റെ ലെവലിലുള്ള വിഷയം. ഇപ്പം നമുക്ക് എന്താ ഇപ്പോൾ എലി ആണെങ്കിൽ എലിക്ക് എവിടെ താമസിക്കണേ? എലി മാളത്തിലാണ് താമസിക്കുന്നത് അല്ലേ? ആടാണെങ്കിൽ എവിടെ താമസിക്കണേ? തൊഴുത്തിലാണ് താമസിക്കുന്നത്. കുതിരയാണെങ്കിൽ എവിടെ താമസിക്കുന്നത്? ആലയിൽ താമസിക്കും അല്ലേ? ആനയാണെങ്കിൽ കൊട്ടിൽ താമസിക്കും. രാജാവ് കൊട്ടാരത്തിൽ. എന്നൊക്കെ ഈ ഡിഗ്രീസ് ഓഫ് പെർഫെക്ഷൻ അനുസരിച്ചുകൊണ്ട് അവരുടെ വാസസ്ഥലത്തിൻ്റെ വ്യത്യാസം കണ്ടില്ലേ? അപ്പം നീ ദൈവപൈതലാണെന്നുള്ള ബോധം ഉണ്ടാകണം.
അപ്പം ഞാൻ എപ്പോഴും അന്ന് എനിക്ക് കർത്താവ് നന്ദി നോട്ടനുസരിച്ച് ഞാൻ പറഞ്ഞു, നീ കർത്താവിനോട് ചോദ്യം ചോദിക്കുമ്പോൾ ദൈവ പൈതലാണെന്നുള്ള ചിന്തയിൽ വേണം ചോദിക്കാൻ. മനസ്സിലായി? നിൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും പേര് ചേർത്തിട്ട് അയാളുടെ മകനാണ് മകളാണെന്നും പറഞ്ഞ് അല്ല ചോദിക്കേണ്ടത്. ദൈവ പൈതലാണ് നീ എന്നുള്ള ബോധത്തിൽ ചോദിക്കണം. അപ്പോൾ നിനക്ക് ദൈവ പൈതലിൻ്റെ മാന്യതയെ താമസിക്കാനുള്ള ആലയം കർത്താവ് നിനക്ക് തരും എന്ന് എനിക്ക് കിട്ടിയത് ഞാൻ അങ്ങോട്ട് പറഞ്ഞ്. പക്ഷേ ഈ അലന്താസ് ആ പ്രസംഗം കേട്ട് അവൻ പറയണത് ഇതാണ്, അതായത് ഇങ്ങനെ ഒരു പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നി കർത്താവിനോട് ഞങ്ങൾ വീട് ചോദിക്കണമെന്ന് തോന്നി, നല്ല വീട് ചോദിക്കണമെന്ന് തോന്നി. കാര്യം എന്താണ്? ന്യായമായിട്ട് നമുക്ക് ആവശ്യമായതാണത്. നിങ്ങൾ പുറംപോക്കിലാണ് താമസിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളെ ജീവിതകാലം മുഴുവൻ ഇവിടെ കിടക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. കർത്താവ് എന്നെ ഇവിടുന്ന് കരകയറ്റുമെന്ന് ചിന്തിക്കണം. കാര്യം എന്താ? നീ കർത്താവിൻ്റെ മകളാണ്, കർത്താവിൻ്റെ മകനാണെങ്കിൽ നീ എവിടെ നടക്കേണ്ട വഴി മാത്രമല്ല, കിടക്കേണ്ട സ്ഥലം വരെ കർത്താവ് നിനക്ക് കാണിച്ചു തരും. അപ്പം അതനുസരിച്ചിട്ട് അനന്താസും അമ്മയും വന്ന് സാക്ഷി ഇവിടെ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്കുണ്ടായിരുന്ന പ്രോബ്ലങ്ങൾ ഒന്ന്, അവിടെ സ്ഥലം വിറ്റ് മാറണില്ല. അവരെന്താ ചെയ്തിരിക്കണത്? സ്ഥലം വിറ്റ് മാറാത്ത കാരണം അവിടെ കുറച്ച് അടുപ്പക്കാരും ബന്ധുക്കളൊക്കെ ആ സ്ഥലം സ്ഥലം വിറ്റാൽ നാട് വിട്ട് പോകും, അല്ലെങ്കിൽ അപ്പോൾ അവർക്ക് സ്ഥലം കിട്ടത്തില്ല. അതുകൊണ്ട് അവർക്ക് കൂടി സ്ഥലം കിട്ടാൻ വേണ്ടി അവർ സ്ഥലം വിൽപ്പിക്കാതെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ വില കുറച്ച് അവർക്ക് കിട്ടണം. പക്ഷേ വില കുറച്ചാൽ ഇവർക്ക് വീട് വെക്കാൻ പറ്റത്തില്ല. അതെല്ലാം ഉടമ്പടിയിൽ അവർ ഇട്ടിരിക്കുകയാണ്. അമ്മേ ഞങ്ങൾക്ക് സ്ഥലം വിറ്റ് വീട് വെക്കണമെന്നും പറഞ്ഞാണ് ഉടമ്പടി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവൻ ഇവിടെ വന്നപ്പോൾ തന്നെ മാതാവ് അതായത് ഹൃദയത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ആളാണ്. അതെപ്പോഴും ഇപ്പം നമ്മൾ ചിലപ്പോൾ അവിശ്വാസിയാകാം, അല്ലെങ്കിൽ വേണ്ടത്ര വിശ്വാസം ഇല്ലാത്ത ആളാകാം. പക്ഷെ നമ്മുടെ ഹൃദയം എന്താണെന്നാണ് ദൈവം നോക്കണത്. ദൈവമേ എനിക്കതൊന്ന് വിശദീകരിച്ച് തരികണമെങ്കിൽ ഞാൻ വിശ്വസിച്ചോളാം. അങ്ങനെ പറയണ ഒരാൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് വിശ്വസിക്കാമെന്ന് തോന്നണില്ല. എൻ്റെ വീട്ടിൽ വിശ്വാസ പാരമ്പര്യമില്ല, കുടുംബ പ്രാർത്ഥനയില്ല. പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ വന്നാൽ ഞാൻ വിശ്വസിച്ചോളാം. ദൈവമേ എനിക്ക് ദൈവം ഉണ്ടെന്നറിയണത് തന്നെയാണ് എനിക്കിഷ്ടം. അപ്പം അങ്ങനെ ഒരു മൈൻഡ് സെറ്റാണ് ഇവരുടെ. അതായത് ഈ ദൈവം അവനെ ഉണ്ട്, അവനെ വെളിപ്പെടുത്തി കൊടുക്കണം എന്നൊക്കെ ഉള്ള ചിന്തയുള്ളതാണ്. അപ്പം അവൻ ഇവിടെ വന്നപ്പോൾ തന്നെ ഇവൻ തണുക്കാൻ തുടങ്ങി, ബോഡി തണുക്കാൻ തുടങ്ങി. അവൻ ഇരുന്ന് കരയാൻ തുടങ്ങി. കാര്യത്തെ അവൻ ഐസ് പോലെ അവനെ അമ്മ അഭിഷേകം ചെയ്ത്. അപ്പോൾ അവനിരുന്ന് കരയാകുമ്പോൾ അമ്മ തന്നെ ഓർക്കുന്നു, ഇവനെന്താ കരയണമെന്ന്. 10-21 വയസ്സേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് അവൻ ഉടമ്പടി എടുത്തും പറഞ്ഞു എനിക്ക് വീട് വേണം ഈശോ എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ അമ്മയോട് പറഞ്ഞു, അമ്മയുടെ മകനോട് പറഞ്ഞിട്ട് എനിക്ക് വീട് വാങ്ങിച്ചു തരണമെന്ന് പറയും. അപ്പോൾ കറക്റ്റാണിത്. ഈ ആ പ്ലേസിങ് കറക്റ്റാണ്. പ്രയർ പ്ലേസിങ് വിത്ത് ഫെയ്ത്ത്, വിത്ത് ലവ്, വിത്ത് ഫാദർ ടച്ച്, ഇങ്ങനെ എല്ലാം കണ്ടിട്ട് ആ ഫെയ്ത്തിലാണ്. ഓർഗാനിക് ഫെയ്ത്താണത്. നമ്മുടെ ടെക്നിക്കൽ ഫെയ്ത്ത് ഉണ്ട്, പിന്നെ പലതരത്തിലുള്ള ഒരുതരം അഡ്ജസ്റ്റ്മെൻറ്റ് ഫെയ്ത്ത് ഉണ്ട്. ഓർഗാനിക് ഫെയ്ത്ത് എന്ന് പറയണത് അതിൻ്റെ അകത്ത് മുഴുവൻ ജൈവപരതയായിരിക്കും. ജൈവപരത വെച്ച് കഴിഞ്ഞാൽ സ്നേഹം ഇങ്ങനെ തുളുമ്പി നിൽക്കും, വിശ്വാസം ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അതാണ് ഓർഗാനിക് ഫെയ്ത്ത്. എബ്രാഹത്തിൻ്റെ ഫെയ്ത്ത് അല്ല. എബ്രാഹത്തിൻ്റെ ഫെയ്ത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ അത് കട്ടിക്കൊഴിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഫെയ്ത്ത് എങ്ങനെ ഉണ്ട്? വാട്ട് ഈസ് യുവർ പേഴ്സണൽ റിലേഷൻ വിത്ത് ജീസസ്? അത് ഓർഗാനിക് ആണോ അല്ലയോ? ചില ആൾക്കാർക്ക് കെമിക്കൽ ഫെയ്ത്താണ് ഉള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കേട്ടും കണ്ട് അവരുടെ ഇവിടെയൊക്കെ കേട്ട് വിശ്വസിച്ചൊക്കെ ഒരു വിശ്വാസം ഇങ്ങനെ തല്ലിക്കൂട്ട് വിശ്വാസമാണ് കെമിക്കൽ ഫെയ്ത്ത്. നമുക്ക് വേണ്ടത് ഓർഗാനിക് ഫെയ്ത്താണ്. നേരെ ദൈവത്തോട് നേരെ അലന്താസിൻ്റെത് എനിക്കിഷ്ടപ്പെട്ടത് അതാണ്. അത് ഓർഗാനിക് ഫെയ്ത്താണ്. എന്നുവെച്ചാൽ നേരെ അമ്മയുടെ മകനോട് പറഞ്ഞിട്ട് ഞങ്ങളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം. എനിക്കിത് വിശ്വാസമാണ്, എൻ്റെ വിശ്വാസം വളരാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് എൻ്റെ ഫീൽ ഓഫ് ദി ഫെയ്ത്ത് ആ രീതിയിലാണ് പോണത്. പക്ഷെ അത് ലൈറ്റ്നിങ് പോലെയാണ് വിശ്വാസം ഏറ്റെടുത്തിരിക്കുന്നത് അമ്മ. എന്താ കാര്യത്തിൽ ഒരിക്കലും വിൽക്കാത്ത സ്ഥലം ഇവർ ചെല്ലുമ്പോൾ ഈ കാശുരൂപം കൊണ്ടാണ് പോണത്. ഉടമ്പടി കാശുരൂപം കൊണ്ട് പോയി സ്ഥലം വിൽക്കണ പാടി ചെല്ലുമ്പോൾ എപ്പോഴും 10 ഗുണ്ടകൾ അവിടെ നിൽക്കണ കാണാം.
ആരെങ്കിലുമൊക്കെ തടുക്കാൻ വേണ്ടിയും തടസ്സപ്പെടുത്താൻ വേണ്ടിയും ഞങ്ങൾ എടുത്തിട്ടിരിക്കണത് വിലക്കാൻ പറ്റില്ലെന്നൊക്കെ പറയാം. പക്ഷേ ഇപ്പം ചെല്ലുമ്പോൾ എന്ത് പറ്റും? അവിടെ ആളില്ല, നോബടി. അമ്മ എല്ലാത്തിനെയും തൂത്ത് കൂട്ടി കാറ്റത്ത് കിളി പറഞ്ഞ പോലെ പോയി അത് സാധനം പോകും. അത് ചില ഓർഗാനിക് ഫെയ്ത്തിൻ്റെ പ്രശ്നം അതാണ്. വെച്ചാൽ അത് കറക്റ്റ് ഷൂട്ട് ചെയ്യണ സംഭവമാണ്. അടിസ്ഥാന സൗകര്യം ഇല്ലാത്ത വ്യക്തികൾ വേദനിക്കരുത്. നിങ്ങൾ ഇതുപോലെയുള്ള ദൈവവുമായിട്ട് വളരെ വളരെ സ്നേഹത്തോടു കൂടി കർത്താവുമായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നിങ്ങൾ ദൈവവുമായിട്ട് അമ്മയെപ്പോലെ ഒരു സമർപ്പണം നടത്തി എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിക്കണം. കാര്യം അതിജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ ഓരോ സാക്ഷ്യങ്ങളും നമ്മളോട് പറയുന്ന സത്യം. എഴുന്നേൽക്കുക, ഒരു നിമിഷം കണ്ണടച്ച് കൈകൾ കുപ്പി മൗനമായിട്ട്. ഒരു കാല്, അത് ഇടത് കാലാണ്, കാലിൻ്റെ കണ്ണ അതെല്ലാം ഇങ്ങനെ അല്പം പാദം ചെരിഞ്ഞിരിക്കുന്ന, നീര് വെച്ചിരിക്കുന്ന കർത്താവ് അത് സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കളർ മാറിയിട്ടുണ്ട്. കാറിൻ്റെ ഒരു ഇങ്ങനെ വളയിടുമ്പോഴുണ്ടാകുന്ന ആ രീതിയിലൊരു കാറിന് ചുറ്റും ഒരു വയലറ്റ് കളറുണ്ട്. അതാണ് അതിന് കുഴപ്പം വന്നിരിക്കുന്നത്. അപ്പോൾ അത് കർത്താവ് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. കർത്താവ്, ഞാൻ അങ്ങയുടെ തിരുസന്നിധി കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. അനേകം മക്കൾ ഇപ്പോഴേ കർത്താവ് ഇവിടുന്ന് ഉടമ്പടി ചെയ്ത് പോയിട്ടുണ്ട്. ആ ഉടമ്പടി ചെയ്തു പോയ എല്ലാ മക്കളെയും കർത്താവെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ധ്യാനം കേട്ട് ഉടമ്പടി ചെയ്യാനും വരുന്ന മക്കളുണ്ട് ഈശോയെ, അവരെയും നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. കർത്താവെ, ശരീരം മുഴുവനും കർത്താവെ ചിരങ്ങുള്ളവരെ, കുരുക്കളുള്ളവരെ, പഴുത്തോണ്ടിരിക്കുന്ന വ്രണങ്ങളുള്ളവരെ, ഷുഗർ രോഗികളെ കർത്താവെ അങ്ങ് സ്പർശിക്കണമേ ഈശോയെ. ആന്തരിക അവയവങ്ങളെ കർത്താവെ അങ്ങ് സ്പർശിക്കണമേ കർത്താവെ.